ഈ ഒരു വീഡിയോയിൽ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ നീക്കങ്ങൾ അതുപോലെ തന്നെ ഇന്നത്തെ മാച്ചൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ആദ്യം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ് രാഹുൽ കെ പി ഒക്കെ ക്ലബ്ബ് വിടാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നു. എന്തായാലും ഇപ്പോൾ രാഹുൽ കെ പി മാത്രമല്ല മറ്റൊരു പേര് കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്, ഇഷാൻ പണ്ഡിത. അതായത് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് ബോയ്, അതായത് എല്ലാ അഡ്വർടൈസ്മെൻറ്റിലും കാണും പുള്ളി. പക്ഷേ എന്താ പറയുക, പ്ലേയിങ്ങിലൂടെയും മാത്രം കാണത്തില്ല. എന്തായാലും ഒരു കോമഡിയാണ്. സോ എന്തായാലും ഇഷാൻ പണ്ഡിതയും ക്ലബ്ബ് വിടാനുള്ള സാധ്യത അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഒഴിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന തരത്തിലുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത്. ഇഷാൻ പണ്ഡിത വൺ ഓഫ് ദി ബെസ്റ്റ് സ്ട്രൈക്കറാണ് ഇപ്പോൾ ഇന്ത്യയുള്ളത് വെച്ച്. സോ അദ്ദേഹത്തെ വാങ്ങാൻ ഉറപ്പായിട്ടും ആളുകൾ കാണും. സോ എന്തായാലും നല്ലൊരു തുകയ്ക്ക് വിറ്റ് അത്യാവശ്യം വേറെ നല്ലൊരു താരങ്ങളെയൊക്കെ ജിതിൻ്റെയൊക്കെ കോൺട്രാക്റ്റ് അവസാനിക്കാൻ പോകുന്നു ജിതിൻ എംഎസിനെ കൊണ്ടുവന്നാൽ വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയണം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒടിയൻ്റെയും വേണ്ടി വന്നപ്പോഴേക്കൊരു അപ്ഡേറ്റാണ്. എന്തായാലും ഇപ്പോഴത്തെ താരങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിപൂർവ്വമാണ് കളിക്കുന്നത്. ഗെയിമിൻ്റെ അകത്താണെങ്കിലും അകത്ത് വെച്ചുള്ള സിറ്റുവേഷനിലാണെങ്കിലും പുറത്തേക്ക് പോയാലും എന്തായാലും ഇന്നത്തെ കളിയിൽ നമുക്കറിയാം FC ഗോവ വിജയിച്ചിരുന്നു. എന്തായാലും ഇന്ന് മനഃപൂർവ്വം ചെന്ന് ഇന്ത്യ ഒരു എന്താ പറയുക ഒരു യെല്ലോ കാർഡ് മേടിക്കുകയായിരുന്നു ആ റഫറിയുടെ കയ്യിൽ നിന്ന്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതായത് പുള്ളിക്ക് അടുത്ത കളി മിസ്സാക്കണം. അടുത്ത കളി എന്ന് വെച്ചാൽ ഹൈദരാബാദ് FC ആയിട്ട് കളിയാണ്. സോ ആ ഒരു കളി നമുക്കറിയാം ഉറപ്പായിട്ടും 3 പോയിൻറ്റ്സൊക്കെ കിട്ടുന്നൊരു കളിയാണ് ഹൈദരാബാദ് FCക്കെതിരെ. സോ മനഃപൂർവ്വം അദ്ദേഹം ഒരു എല്ലാ കാർഡ് കിട്ടി പുറത്ത് പോയത് പോലെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും നല്ല ബുദ്ധിയാണ്. സെയിം രീതിയിൽ തന്നെ നമ്മുടെ സോൾ ക്രസ്പോ നേരത്തെ ഇതുപോലൊരു കാര്യം ചെയ്തു. അതായത് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് അദ്ദേഹം വെളിയിൽ പോയി അദ്ദേഹം തിരിച്ചു വന്നിട്ട് എന്താ പറയുക റഫറിയുമായിട്ട് അടിയിട്ടൊരു യെല്ലോ കാർഡ് മേടിച്ചു. അതിനുള്ള കാരണം എന്ന് പറയുന്നത് പുള്ളിക്ക് പരിക്കാണ്. സോ ആ ഒരു പരിക്ക് മീൻസ് ആ ഒരു കളിയിൽ പരിക്ക് പറ്റി പുറത്തു പോയതാണ്. പുള്ളിക്ക് മനസ്സിലായി അതായത് ഇനിയും എന്താ പറയുക തനിക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല, എന്തായാലും 1-2 കളിയെങ്കിലും മിസ്സാകും ഈ ഒരു പരിക്ക് കാരണം തനിക്ക് മനസ്സിലായി. അങ്ങനെ പോയി ഒരു യെല്ലോ കാർഡ് മേടിക്കുകയായിരുന്നു സോൾ ക്രസ്പോ. സോ അതൊക്കെയാണ് ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കമെന്ന് പറയുന്ന പ്ലേയേഴ്സിൻ്റെ ഭാഗത്ത്. സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ.